അപ്പൊ കരയാ എടുത്തോണ്ട് പോ അപ്പച്ചി. വേറൊരു ചരിത്രം പറഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഇളയെടുത്ത് റാണിയെ സ്മരിച്ചുകൊണ്ടാണ് എന്റെ പിതാശ്രീ എനിക്ക് ഇള എന്ന് പേരിട്ടത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നതെന്ന് പറയാൻ ഞങ്ങൾ മൊത്തം ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തി, അനിയത്തിയുടെ ഹസ്ബൻഡ്, കുഞ്ഞ്, ഞാൻ, ചേട്ടൻ, ഉണ്ണിമോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ പോകുന്നത് പറഞ്ഞാൽ കൊട്ടാരക്കരയിലേക്കാണ്. ഞാൻ വളർന്ന സ്ഥലമാണ് കേട്ടോ. ഞാൻ കുഞ്ഞിലെ വളർന്ന സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ അമ്മൂമ്മയും അപ്പച്ചിയും ചിറ്റപ്പന്മാരും ഒക്കെ ഉണ്ട്. പോകുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ രണ്ട് ചിറ്റപ്പന്മാരുണ്ട്. അതിൽ ഒരു ചിറ്റപ്പൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അവൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഞാൻ ഒരുപാട് വർഷമായി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് കൊട്ടാരക്കരയിലെ എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വീട്. ഞാൻ വളർന്ന വീട് ഇതിന് അടുത്തായിട്ടാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കേട്ടോ ഈ വീട്. ഇതൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ ഇവര് ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ചിറ്റപ്പനൊക്കെ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെയാണ്. അവരൊക്കെ എൻഗേജ്മെന്റിന് ഇറങ്ങി 11 മണിക്കാണ് എൻഗേജ്മെന്റ്. പക്ഷേ രാഹുലിന് മുമ്പ് പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് കരുതി അവരൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. ഇതാണ് എന്റെ അമ്മൂമ്മയുടെ എൻ്റെ അച്ഛൻ്റെ അമ്മ. യൂട്യൂബ് ചാനലിടെ കണ്ണനവിടെ. ഇതാണ് എൻ്റെ അപ്പച്ചി, എൻ്റെ അച്ഛൻ്റെ സഹോദരി. ഞങ്ങളെ കണ്ടപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ടു കേട്ടോ. എൻഗേജ്മെന്റ് സ്ഥലത്ത് എത്തി കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. കോട്ടാത്തല എന്ന് ഒരു സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതാണ്ട് ആ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് എന്റെ ചിറ്റപ്പനായിട്ട് പയ്യന്റെ അച്ഛൻ. എൻഗേജ്മെന്റ് ഒക്കെ കണ്ടിട്ട് നേരെ ഫുഡ് അടിക്കാൻ ഇറങ്ങി. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. സത്യം നല്ല സദ്യയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പലരെയും കുറേ പേരെ എനിക്ക് എവിടെയോ കണ്ടുള്ള ഓർമ്മകളുള്ള പലരും പക്ഷെ എന്നെ മിക്ക ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കുഞ്ഞിലെ എന്നെ ചിന്നു എന്നാണ് ഇവിടെ വിളിക്കുന്നത് എല്ലാവരും. ചിന്നു അല്ലേ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നേ. പണ്ട് ഇങ്ങനെ ഇരുന്ന 2 വ്യക്തികളാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കിയിട്ട് തല തൂക്കി എടുത്തോണ്ട്. ഇതാണ് നമ്മുടെ അനച്ചിട്ടപ്പ ഡാഡി കാര്യം. പണ്ട് കാലത്ത് ആരായിരുന്നു? കുഞ്ചാക്ക ബോബനായിരുന്നു. സിനിമയിലൊക്കെ അഭിനയിക്കാൻ പലരും വിളിച്ചു. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേണ്ടെന്നു മാറിയില്ലേ. ആഗ്രഹമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. വയസ്സുള്ള കിട്ടിയ അപ്പൊ ഇത് കാണുമ്പോ ആരെങ്കിലും വേഷം തരണമെങ്കിൽ കൊള്ളായിരുന്നല്ലേ. ഇല്ല മാവ് ഉണ്ടോ? ഞാൻ ചെറുതിലെ വെക്കേഷൻ ടൈം ആകുമ്പോൾ ഇവിടെ ഓടി വരും. 4-ലും 5-ലൊക്കെ പിടിക്കും. അപ്പോഴും അവിടെ നല്ല മാമ്പഴം ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ ടേസ്റ്റ്. ഒരുപാട് വീഴും, കാറ്റടിക്കുമ്പോൾ വീഴും. അപ്പോൾ നമ്മൾ പോയി ഓടിയെടുക്കും. ഇതാണ് കനാല്. പക്ഷെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. കാണിച്ചു കൊടുക്കും. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. പണ്ട് ഈ കനാലിൽ ഇറങ്ങി കുഞ്ഞു മീനിനെയൊക്കെ പിടിക്കുമായിരുന്നു. വർഷം കുറേ ആയി. അപ്പച്ചിക്ക് കുറെ ചക്കയും മാങ്ങയൊക്കെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചക്കയും മാങ്ങയൊക്കെ ഇളകാൻ വേണ്ടി പോവാ. പണ്ടൊന്നും ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇത്രയും വീടൊന്നും ഇല്ലായിരുന്നു. ആകെ ഒരു 1-2 വീടൊക്കെ ഉള്ളായിരുന്നു. എൻ്റെ അനിയത്തി കൊട്ടാരക്കരയിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തക എന്നാണ് പറയണത്. എനിക്കറിഞ്ഞു. പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നമ്മൾ ചക്ക എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം. മനസ്സിലാവണല്ലോ. അപ്പൊ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒറ്റ ദിവസത്തെ ഇതല്ലേ, ഒരുപാട് സമയമൊന്നും നിൽക്കാനില്ല. കാരണം നാളെ വർക്കുണ്ട്. അതാണ്ട് ഈ കാണുന്നതാണ് ഞങ്ങൾ കല്യാണ ചെക്കൻ്റെ അനിയത്തി കേട്ടോ. കല്യാണ ചെറുക്കൻ കേട്ടോ. നല്ല ചെറുക്കൻ നിൽക്കുന്നുണ്ടോ? കല്യാണ ചെറുക്കൻ നിൽക്കുന്നുണ്ടോ? നിൽക്കിട്ടുണ്ട്. നീ നിന്നെ കുറിച്ച് പറ. എന്നെ കുറിച്ച് ലക്ഷ്മി ശരത്. ഞാൻ എംകോ കഴിഞ്ഞ് നിൽക്കുന്ന ലക്ഷ്മി ശരത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. അവിവാഹിതയായ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ പെൺകുട്ടിയാണ്. അതാണ് എന്നെ പറ്റി പറയാനുള്ളത്. നമസ്കാരം.
ഇളയെന്ന് പേരിട്ടായിരുന്നു. എന്റെ വീട്ടിൽ ഇള എന്നാണ് വിളിക്കുന്നത്. ഇള മലയാളം വേർഡാണ്. ഇള എന്ന് വെച്ചാൽ ഭൂമി എന്നാണ്. നമ്മൾ വയലാറിന്റെ ചില കവിതകളിൽ ഈ ഇളയിൽ ജീവിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന്. പിന്നെ വേറൊരു ചരിത്രം പറഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഇളയെടുത്ത് റാണിയെ സ്മരിച്ചുകൊണ്ടാണ് എന്റെ പിതാശ്രീ എനിക്ക് ഇള എന്ന് പേരിട്ടത്. എനിക്ക് അത്രയാണ് പറയാനുള്ളത്. പെണ്ണിന് ആവശ്യമുണ്ട്. വേണ്ട വേണ്ട, അവിടെ നടി ഉണ്ടാകും. പരസ്യമൊക്കെ പിടിക്കല്ലോ. വിളിക്കേട്ടോ, ഞാൻ നമ്പർ മേടിച്ചു. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടേ. ശരി, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.